5ാം വർഷത്തിലേക്ക് കടക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങുന്നതായി റിപ്പോർട്ട്. നേർക്കുനേരെയുള്ള പോരാട്ടത്തിൽ നിന്നും പിന്മാറി എണ്ണശുദ്ധീകരണശാലകളും വെയർഹൌസുകളും ആയുധപ്പുരകളും പരസ്പരം തകർത്ത് മുന്നേറുകയാണ് ഇരു രാജ്യങ്ങളും. യുക്രൈന്റെ ഡ്രോണുകൾ റഷ്യയിൽ കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. യുദ്ധത്തിൽ പിന്നിലായിരുന്ന യുക്രൈൻ ഇപ്പോൾ റഷ്യയും ലോകത്തെയും ഞെട്ടിക്കുന്നത് അവരുടെ ഡ്രോണുകളുടെ ശക്തി പ്രകടനത്തിലാണ്. പ്രതികാരമായി യുക്രൈൻ തലസ്ഥാനമായ കീവിലും കനത്ത വ്യോമാക്രമണം തുടരുന്നു. പരസ്പര ആക്രമണത്തിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളിലുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു. റഷ്യൻ സൈന്യത്തെ സഹായിക്കാൻ 50,000-ഓളം ഉത്തര കൊറിയൻ സൈനികരെ എത്തിക്കാൻ ശ്രമം നടക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റിന്റെ ആരോപണം. യുക്രൈനുമായുള്ള യുദ്ധം വിനാശകരമായ അന്ത്യത്തിലേക്ക് പോകാതിരിക്കാൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുമോ എന്നാണ് ലോകമെങ്ങും ഉയരുന്ന ചോദ്യം. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ 2025 അവസാനം വരെ യുദ്ധഭൂമിയിൽ പിന്നിലായിരുന്ന യുക്രൈൻ ശക്തമായി മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിന് കാരണം ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ യുക്രൈൻ നേടിയ കരുത്താണ്. റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകളും ധാന്യപ്പുരകളും മാത്രമല്ല, മോസ്കോയിലും യുക്രൈന്റെ ഡ്രോണുകൾ കനത്ത നാശം വിതയ്ക്കുന്നു. പ്രതിരോധ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യവസായ ശൃംഖല യുക്രൈനിനുള്ളിൽ ഇന്നുണ്ട്. കഴിഞ്ഞ വർഷം 40 ലക്ഷം ഡ്രോണുകളാണ് യുക്രൈന്റെ കൈവശമുണ്ടായിരുന്നത്. ഈ വർഷം അത് 1 കോടിക്ക് മുകളിൽ എത്തിക്കാനാണ് അവരുടെ ശ്രമം. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ റഷ്യയുടെ എണ്ണ പ്രകൃതിവാതക ശുദ്ധീകരണ സംവിധാനങ്ങൾക്കുമേൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് യുക്രൈൻ ലോകത്തെ ഞെട്ടിച്ചത്. മോസ്കോയ്ക്ക് സമീപമുള്ള ഗ്യാസ്പ്രോം എന്ന പൊതുമേഖലാ കമ്പനിയുടെ കൂറ്റൻ എണ്ണ ശുദ്ധീകരണശാല യുക്രൈൻ ഡ്രോണുകളുടെ ആക്രമണത്തിൽ പ്രവർത്തനരഹിതമായി. റഷ്യയുടെ ഏക ഹീലിയം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഒറൻബർഗ് പ്രകൃതിവാതക സംസ്കരണ നിലയത്തിലും യുക്രൈൻ ഡ്രോണുകൾ കനത്ത നാശം വിതച്ചു. റഷ്യയിലെ തതാർസ്ഥാൻ മേഖലയിലുള്ള എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തി. യുക്രൈൻ ആക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. നിഷ്നെകാംസ്ക് നഗരത്തിലെ വ്യവസായ കേന്ദ്രങ്ങളെയും സാധാരണക്കാരുടെ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 39 പേർക്ക് പരിക്കേറ്റു. റഷ്യയിലെ ഏറ്റവും അത്യാധുനിക എണ്ണ ശുദ്ധീകരണശാലകളിലൊന്നായ ടാനക്കോ ആണ് ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തെ തുടർന്ന് റിഫൈനറിക്ക് മുകളിൽ പുകയുയരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. റഷ്യയിൽ ഇന്ധനക്ഷാമം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യുക്രൈന്റെ ആക്രമണം എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. റഷ്യയിലെ പ്രധാന തുറമുഖ നഗരമായ നൊവോറോസിസ്കിൽ യുക്രൈൻ നടത്തിയ വൻ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ 2 പ്രധാന ധാന്യ കയറ്റുമതി ടെർമിനലുകൾക്ക് കേട് സംഭവിച്ചു. കരിങ്കടലിലെ പ്രധാന റഷ്യൻ നാവികത്താവളവും ആക്രമണത്തിനിരയായി. നൊവോറോസിസ്കിലാണ് റഷ്യൻ കരിങ്കടൽ കപ്പൽപ്പടയുടെ ഭൂരിഭാഗവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് റഷ്യയുടെ കൃഷി മന്ത്രാലയം ധാന്യച്ചരക്ക് നീക്കം ബാൾട്ടിക്, കാസ്പിയൻ കടൽ തുറമുഖങ്ങളിലേക്കും കരമാർഗങ്ങളിലേക്കും തിരിച്ചുവിടാനുള്ള നടപടികൾ ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും വലിയ ഗോതമ്പ് കയറ്റുമതിക്കാരാണ് റഷ്യ. കരിങ്കടൽ, അസോവ് കടൽ മേഖലകളിൽ യുദ്ധം രൂക്ഷമാകുന്നതും ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതും റഷ്യൻ ധാന്യ കയറ്റുമതിയെയും ആഗോള ഭക്ഷ്യവിപണിയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയർത്തിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ 13,000 കോടി വിലമതിക്കുന്ന കരിങ്കടൽ തീരത്തെ ആഡംബര ബംഗ്ലാവിനെ സംരക്ഷിച്ചു വന്ന വ്യോമ പ്രതിരോധ സംവിധാനവും യുക്രൈൻ തകർത്തു. ഡ്രോൺ ആക്രമണത്തിലൂടെയാണ് വസതിയുടെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച 2 കൂറ്റൻ S-400 മിസൈൽ വിക്ഷേപണികൾ യുക്രൈൻ തരിപ്പണമാക്കിയത്. വിമാനങ്ങൾ, ഡ്രോണുകൾ, ക്രൂസ് മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിയും വിധം രൂപകൽപ്പന ചെയ്തതാണ് മിസൈൽ വിക്ഷേപണികൾ. ഇറ്റാലിയൻ ശൈലി നിർമ്മിച്ചിരിക്കുന്ന കൂറ്റൻ ബംഗ്ലാവ് പുടിന്റെ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത്. യുക്രൈന്റെ ഡ്രോൺ ആക്രമണ ഭീതി കൂടാതെ റഷ്യയിൽ പ്രവർത്തിക്കുന്ന എണ്ണ പ്രകൃതിവാതക നിലയങ്ങൾ കാതങ്ങൾക്കപ്പുറം സൈബീരിയയിൽ മാത്രമാണുള്ളതെന്ന് ചില നിരീക്ഷകർ തമാശയായി പറയുന്നു. ഇതിൽ നിന്ന് തന്നെ റഷ്യ നേരിടുന്ന ഭീഷണി എത്രത്തോളം രൂക്ഷമാണെന്ന് മനസ്സിലാക്കാം. വലിയ തോതിൽ എണ്ണ പ്രകൃതിവാതക സ്രോതസ്സുകൾ സ്വന്തമായുള്ള രാജ്യമാണ് റഷ്യ. എന്നാൽ ഇന്ന് അവയ്ക്ക് ക്ഷാമം നേരിടുന്ന അവസ്ഥയിലായതിനു പിന്നിൽ യുക്രൈന്റെ ഉന്നം തെറ്റാതെയുള്ള ഡ്രോൺ ആക്രമണമാണ്. റഷ്യയുടെ 2 ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രങ്ങൾ, പ്രധാന റെയിൽ റോഡ് ഗതാഗത കേന്ദ്രങ്ങൾ എന്നിവയും കനത്ത ഡ്രോൺ ആക്രമണം മൂലം നിശ്ചലമായി. ബാൾട്ടിക് കടലിലെ കപ്പൽപ്പടയുടെ ആവശ്യത്തിനായി സൂക്ഷിച്ചിരുന്ന 60,000 ടൺ വരുന്ന വെടിക്കോപ്പുകളും യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ നശിച്ചു. റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള ക്രൈമിയയിലും യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ
വൈദ്യുതി വിതരണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായി.